ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമാണ്. അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണത് സ്വീകരിക്കേണ്ടത്. സമസ്തകളുടെ ജമീയത്തുകളൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സംവിധാനങ്ങളിലുള്ള സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തുകളെന്ന് പറഞ്ഞാൽ ഈ തലയിൽ കിട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ലെന്ന് മനസ്സിലാക്കിയത്. അവർ ഈ ലോകത്ത് നിങ്ങളുമായി തന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ച് അറിയുന്നവരുമാണ്. അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവരോടല്ല. അവർക്കൊക്കെ പലതും പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവർക്ക് ജീവിതം മാർഗമുള്ളത്. നമ്മളാരും ജീവിത മാർഗം മറക്കാൻ പാടില്ല. തോന്നിയതും പറഞ്ഞുകൊണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അതാണ് ജീവിക്കുന്നവരെ കിട്ടട്ടെ അതിനോട് നമുക്ക് എതിരിക്കാം. പക്ഷെ അതല്ല, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഓർത്താണ്. ഇതിപ്പോൾ ഏത് ചേരാണെങ്കിലും ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും. അതിന് മനസ്സിലാക്കിയാൽ മതി. മന്ത്രിയാളെ ജമീയത്തിന് ഒരു പാവം സംഘടനയാണെങ്കിൽ എനിക്ക് ആർക്കും ഉത്തരവേല ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആർക്കും വിചാരിക്കേണ്ട. അപ്പം നമ്മൾ പറയാനില്ല, ചേരാണെങ്കിലും ചവിട്ടിയാൽ കടിക്കും. അപ്പോൾ അത് വിഷയാണെന്നും വിചാരിക്കേണ്ട. വിഷ ഈ സംഘം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കല്യാണം. അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രദ്ധിക്കരുത്. ഈ നല്ല നിലയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക. എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം. എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. സമസ്തകളുടെ ജമീയത്തിൽ നിന്നും നന്മ അല്ലാത്ത മറ്റൊന്നിനെ ആർക്കും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്തകളുടെ ജമീയത്തുൽ. ഇതിൻ്റെ എല്ലാ നിലയിലുള്ള വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം. മറ്റുള്ള കക്ഷികളോടും മറ്റുള്ളതായ രാഷ്ട്രീയ കക്ഷികളോടും മറ്റുള്ളതായ മതക്കാരോടൊക്കെ പറയാനുള്ളത് നമ്മൾ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാ നിലയിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തരണം. തുടർന്നും അതൊക്കെ ഞങ്ങളെന്നും അത് നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് ഇവിടെ ഇതിവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരൊക്കെ ദുആയാണ് ആവശ്യപ്പെട്ടു. അതുപോലെ അവർക്ക് നന്ദി എന്ന് പറഞ്ഞാൽ അത് രണ്ട് വാക്കുകൾ ഒതുക്കല്ല എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളും രോഗികളും പല ആളുകളും ഇന്നലെ മണ്ണാർക്കാട് സമ്മേളനത്തിൽ പങ്കെടുത്ത വിട്ടല്ല ഓൻ പിറ്റേന്ന് ഇന്നല്ല അവന് കുഴഞ്ഞു വീണ് പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടത് കാരണപ്പെട്ട അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട മണ്ണുപോലെ തങ്ങളുടെ ചെറിയ